BB സീസൺ 7 ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ടാസ്ക്കാണ് കൊടുത്തിരിക്കുന്നത്, ഡാൻസ് മാരത്തൺ എന്ന് പറയുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സിനിമയിലെ ഓരോ ക്യാരക്ടറാണ് ചെയ്യാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ക്യാരക്ടറിൽ നിന്ന് അഭിനയിക്കുക, അതിനുശേഷം മ്യൂസിക് പ്ലേ ചെയ്യുമ്പോൾ ഡാൻസ് ചെയ്യുക, അതാണ് ടാസ്ക്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ കൊടുത്തിട്ടുണ്ട്. അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് അനുമോൾക്ക് കിലുക്കത്തിലെ നന്ദിനി, പിന്നെ ആര്യന് മായാമോഹിനി, അങ്ങനെ കുറച്ച് പേർക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതും പിന്നെ കുറച്ച് പേർക്ക് അത്ര അറിയാത്തതൊക്കെ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അതിലേക്ക് പാർത്ഥസാരഥി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, അതൊന്നും അത്ര ഫെമിലിയർ അല്ല. അതുപോലെ രശ്മിക്ക് കസ്തൂരി, പിന്നെ നൂറയ്ക്ക് കാർത്തുമ്പി, മറ്റേ ഇതിനകത്തുള്ള തേന്മാവൻ കുമ്പത്തിൽ, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് നമുക്കറിയാലോ, ഒരു ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടറും അല്ലാത്തതും ഉണ്ടല്ലോ, നല്ലപോലെ ചെയ്യാൻ പറ്റുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അനുമോൾക്കും ആര്യനുമാണ് കിട്ടിയിരിക്കുന്നതെന്ന് തോന്നുന്നത്. കാരണം അനുമോൾക്ക് കിലുക്കത്തിലെ നന്ദിനിക്കുട്ടിയൊക്കെ ഈസി ആയിരിക്കും, അതുപോലെ തന്നെ ആര്യന് മായമോഹന് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ ആര്യനത്ര വിചാരിച്ചത്ര പോരാ. പക്ഷേ എനിക്ക് ഇതിനകത്ത് ഏറ്റവും എന്താ പറയുക സർപ്രൈസിങ് ആയി തോന്നിയത് നമ്മുടെ സാബുമാൻ്റെ ക്യാരക്ടറാണ്. സാബുമാൻ പട്ടണത്തിൽ ഭൂതത്തിലെ മമ്മൂട്ടിയാണ്, പട്ടണത്തിൽ ഭൂതം തന്നെയാണ് ക്യാരക്ടർ. പുള്ളി പിന്നെ ആ ഒരു ഇത് ഇട്ടപ്പോൾ തന്നെ ആ ക്യാരക്ടർ കിട്ടി, ആ ഒരു വേഷമൊക്കെ ഇട്ടപ്പോൾ തന്നെ ആ ക്യാരക്ടറിലോട്ടങ്ങ് മാറി. സൗണ്ട് പോലും കറക്റ്റ് പട്ടണത്തെ ഭൂതത്തിലെ മമ്മൂട്ടിയുടെ ആ സൗണ്ടും നല്ല ഞെട്ടിച്ചു. പുള്ളിയാണ് കറക്റ്റ് ക്യാരക്ടർ എത്തിയത്. ഈ പിന്നെ സംസാരിക്കുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും എല്ലാം കറക്റ്റ് പട്ടണത്തിൽ ഭൂതം തന്നെ. അപ്പോൾ ഇതിൽ സർപ്രൈസിങ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ ആക്റ്റീവായിട്ട് ചെയ്യുന്നതും സാബുമാൻ തന്നെയാണ്.